വെൽക്കം ബാക്ക് ടു ആർ കെ ലേണിംഗ്. മക്കളെ, റാങ്ക് ലിസ്റ്റ് വരാൻ കീം റാങ്ക് ലിസ്റ്റ് വരാൻ ഒരു 1 വീക്ക് മാത്രം ബാക്കിയുള്ളത്. അൺഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞത് 15-ാം തീയതി റാങ്ക് ലിസ്റ്റ് വരുമെന്നാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് 15-ാം തീയതി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മളെ മാർക്ക് ലിസ്റ്റ്, പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തത് ചെക്ക് ചെയ്യാനുള്ള സമയം ഇന്ന് രാത്രി 12 മണി വരെയാണ്. 12 മണിക്കുള്ളിൽ ചെക്ക് ചെയ്യണം. മാർക്ക് ലിസ്റ്റ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്ത മാർക്ക് തന്നെയാണ് അവിടെ വന്നതെന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷനാണ്. അപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് അഡ്മിഷൻ വളരെ കുറഞ്ഞ ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിഷന് മുൻപ് തന്നെ നമ്മൾ ഏകദേശം കോളേജുകൾ, എഞ്ചിനീയറിംഗ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ വേണം. ഏകദേശം 140ഓളം എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലുണ്ട്. പക്ഷേ എല്ലാ കോളേജിലും പ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കോളേജുകളുണ്ട്, മോശം കോളേജുകളുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഏതാണ് നല്ല കോളേജ്, ഏതാണ് മോശം കോളേജ് എന്നൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ടോപ്പ് 20 നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, നിങ്ങളുടെ റാങ്കിനനുസരിച്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായൊരു ഐഡിയ വേണം. അതിൻ്റെ ഫൈനൽ റാങ്ക് റാങ്കിനെ പറ്റി, ഓരോ കോളേജിലെയും ഫൈനൽ റാങ്കിനെ പറ്റി കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തൊരു ഏകദേശം ഐഡിയ വേണം. ഇതൊക്കെ അപ് ടു ഡേറ്റ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പ് 10, 20 എഞ്ചിനീയറിംഗ് കോളേജ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിലാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ടൈറ്റ് വന്നിരിക്കുന്നത്, അല്ല ഓരോ ബ്രാഞ്ചിൻ്റെയും ഫൈനൽ റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് എത്രയാണ്, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ടാവും. മക്കൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതെല്ലാ ഇൻഫർമേഷനും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും, നിങ്ങൾ സർട്ടിഫിക്കറ്റ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് മക്കൾക്ക് തന്നുകൊണ്ടിരിക്കും. ചാനൽ തുടരുക.